ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ കക്ക കൊണ്ട് കക്ക പുളി ഉണ്ടാക്കും, കക്ക തോരൻ ഉണ്ടാക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പം നമ്മളിത് രണ്ടും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളൂ. അപ്പം നമുക്ക് അതറിയത്തുള്ളൂ. അപ്പം നമുക്ക് നല്ലത് വൃത്തിയായി കഴുകി എടുക്കണം. അത് ചെളിയൊക്കെ കാണും കേട്ടോ. അപ്പോൾ അതൊന്നും ഒരു 3-4 ഒരു 5-6 വെള്ളത്തിലെങ്കിലും നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെങ്കിൽ വൃത്തിയാവത്തുള്ളൂ. അപ്പം നമുക്ക് കഴുകിയതിന് ശേഷം നമ്മളൊരു മൺകലത്തിലോട്ട് ഇത് ഇടുന്നുണ്ട്, ഇത് വേവിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ലോണമൊക്കെ ശകലം ഉപ്പും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ അതാണ്ട് ഇത് വെന്ത് വന്നതാണ്. അപ്പോൾ നമ്മളൊരു തവിക്കണ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തവിക്കണ തന്നെ വേണമെന്നില്ല, അവരവർ എന്താണോ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് കണക്ക് വെച്ച് നമുക്ക് ചെയ്യാം. അത് വേണ്ട, ഇത് എന്നിട്ട് താത്ത് വെക്കുമ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് കക്കയൊന്ന് പൊളിച്ചെടുക്കാം. ഇതിങ്ങനെ വേവിച്ചിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കുറച്ച് പണ്ടൊക്കെ ഇത് നമ്മൾ ഇങ്ങനെ കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ളവരെന്താ ചെയ്യുന്നത്? ഇതിനകത്തിരിക്കുന്ന ഇത് ഇങ്ങനെ ഞെക്കി കളയും. പക്ഷേ അത് കളഞ്ഞിട്ട് എന്തുകൊണ്ട് ഗുണം? തോരൻ വെക്കാനായിട്ട് അടുപ്പിനിടെ ഞാൻ നിൽക്കുന്നത് ഭയങ്കര പോകാം. ഇത് ഞെക്കിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നുമില്ല. അതിൻ്റെ ഇറച്ചിയാണ് ഇവർ ഞെക്കിക്കളയുന്നത്. പിന്നെ അതൊന്നുമില്ല, അത് എങ്ങനെ ഇരിക്കും ഇത്? പിന്നെ ഇതാണ് നമ്മൾ കറി വെക്കുന്നത്, തൊലി പുറത്തിരിക്കുന്നത്. നമ്മളിതെല്ലാം തിന്നും. ഇപ്പം എല്ലാം പുതിയ ഒരാൾ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അത് തന്നെ കാണിക്കത്തുള്ളൂ. ഇത് ഞെക്കിക്കളഞ്ഞാൽ പിന്നെ അതൊന്നുമില്ല. ഞങ്ങളിത് പണ്ട് വേവിക്കും തന്നെ അടുപ്പിനടുത്ത് പോയിരുന്നത്. തുറന്നു വരുമ്പോഴത്തേക്ക് ഞങ്ങളിത് എടുത്ത് തിന്നും പച്ചയ്ക്ക്. വെന്തല്ലേ വരുന്നത്, പിന്നെ നമ്മൾ അരപ്പിടുന്ന തോരനാക്കുകയും ചെയ്യും. പച്ചയ്ക്ക് നമ്മൾ തിന്നുന്നത്. കുട്ടനൊക്കെ അപ്പുറത്ത് ചക്കയാണ്. ഇത് കക്ക ഈ വെള്ളമില്ലേ, ഇത് നമ്മൾ പുളി വെക്കും, രസം. കക്കപ്പുളി എന്ന് പറയുന്നത് രസം വെക്കും നമ്മളത്. നല്ല ടേസ്റ്റാണ്. നമ്മളിതൊക്കെ കഴിക്കും. പിന്നെ ചിലതൊക്കെ പുതുമകളാണ്, കൊള്ളത്തിൽ എന്നൊക്കെ പറയും, കളയും വെള്ളം. നമ്മൾ കഴിക്കുന്നതാണ്. നമ്മൾ എന്ത് കിട്ടിയാലും കഴിക്കും. തിരിഞ്ഞ് കടിക്കാത്തൊന്നും കഴിക്കണം. നമ്മൾ കുറേ നേരം പിച്ചി കഴിയുമ്പോഴേ തോടെ എവിടെ ഇടേണ്ടുന്നത്, ഈ കക്ക എവിടെ ഇടേണ്ടെന്ന് അറിയാൻ പറ്റില്ല. വരുമ്പോൾ തിരിഞ്ഞു കക്ക ഈ തോടിനകത്താണ്, കക്കയ്ക്കകത്ത് ചിലപ്പോൾ മണ്ണ് ചെളിയായിരിക്കും നമ്മൾ ഇളക്കുമ്പോൾ. നമ്മളുടെ കക്കയെല്ലാം പൊളിച്ച് തീരാറായിട്ടുണ്ട്. നമുക്കിനി തോരൻ വെക്കാം. തോരൻ വെക്കാനായിട്ട് എന്തൊക്കെയാണ് ആദ്യമേ കടുക് വറുക്കാൻ വേണ്ടി നോക്കാം. ഞാൻ എടുത്തിരിക്കുന്ന സവാളയാണ്. സവാള എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വറ്റൽമുളക്, ഒരു 3 വറ്റൽമുളകാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളൊരു പാത്രം കഴുകി നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം പറ്റിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമ്മളുടെ കടുകും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ വറ്റൽമുളകും പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കണം. അല്ലെങ്കിൽ ചെറിയതായിട്ടൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കക്കായിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് കക്കായ്ക്ക് നല്ല ഉപ്പുണ്ട്. നമ്മളുടെ ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് മാത്രം ലേശം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പിന് വേണ്ടുന്ന സാധനങ്ങൾ എടുക്കാം. അതുകൊണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ജീരകം, വെളുത്തുള്ളി. അത് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് നമ്മൾ വലുതായിട്ട് അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അത് ചതച്ചതിന് ശേഷം നമ്മളുടെ ഉള്ളി വാടിയിട്ടുണ്ട്. വാടിയ ഉള്ളിലോട്ട് നമ്മളുടെ കക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന്
വാടിയതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതാണ് നമ്മൾ അരപ്പും കൂടി ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പോ എരിയോ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മളുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഇവിടെ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. പിന്നെ ഋതുക്കുട്ടിയുണ്ട്. അപ്പാപ്പനങ്ങ് പോയി. പിന്നെ ഞാൻ തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ, ഞാൻ തന്നെ വെച്ചുകൊണ്ട് ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് എൻ്റെ കക്ക തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും തരണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങൾ കാണാം. ബൈ.